ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ ഒരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ സച്ചി ഇന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് രേവതിയോട്, ഞാൻ അങ്ങോട്ടേക്ക് ചോറുണ്ണാൻ വരട്ടെ, ഇവിടെ അമ്മ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഞാൻ പട്ടിണിയാണെന്ന്. രേവതിയുടെ ചങ്ക് അങ്ങോട്ട് കത്തിപ്പോയിട്ട് ഇത് കേട്ട ഉടനെ തന്നെ ചങ്ക് കത്തിയ രേവതി പറഞ്ഞു, ദേ ഒന്നും നോക്കണ്ട, ഇങ്ങ് പോരെ, ഞാൻ ചോറ് തരാന്ന്. ഏതായാലും കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ രേവതി എന്ത് ചെയ്തു, ഫോണും കട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്ന പേഴ്സും എടുത്ത് ഒരൊറ്റ ഓട്ടമായിരുന്നു ഓടിയത്. ലക്ഷ്മി വിളിച്ചു, എന്താ മോളെ പറ്റിയത്, എന്താ പറ്റിയതെന്നൊന്നും ചോദിച്ചിട്ട് ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. നേരെ നമ്മുടെ രേവതി ആ പേഴ്സും എടുത്തോണ്ട് ഒരു പോക്ക് പോയിട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി നിൽക്കുകയാണ് സംസാരിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ വർഷ വാതോരാതെ സംസാരിക്കുകയാണ് കേട്ടോ. നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സത്യം പറയാലോ, ഞാൻ അങ്ങനെ എല്ലാവരോടും കൂട്ടുകൂടുന്ന ആളൊന്നുമല്ല. എനിക്കങ്ങനെ എല്ലാവരോടും കൂട്ടുകൂടാൻ തോന്നാറുമില്ല. പക്ഷെ നിന്നോട് എന്തോ എനിക്കൊരു പ്രത്യേക സ്നേഹം തോന്നി. അത് വെറും ഫ്രണ്ട്ഷിപ്പാണോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ മനസ്സിലായി നമ്മുടെ ശ്രീകാന്തിൻ്റെ റൂട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ശ്രീകാന്ത് പറഞ്ഞു, വേണ്ട വർഷ, വേണ്ട, അതൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞപ്പം, എന്താ നിനക്കത് സംസാരിക്കാൻ പേടിയാണോ? നിന്റെ മനസ്സ് തുറക്കാൻ നിനക്ക് പേടിയുണ്ടോ? എന്തിനാ ആരെയാ നീ പേടിക്കുന്നത്? എൻ്റെ അച്ഛനെയോ നിന്റെ അച്ഛനെയോ? അങ്ങനെ പേടിച്ചാണോ ഈ ലോകത്തിലുള്ള എല്ലാവരും ജീവിക്കുന്നത്? അല്ല, എൻ്റെ സ്ഥാനത്ത് ഒരാൺകുട്ടി ആയിരുന്നെങ്കിൽ നീ അച്ഛൻ പറയുന്ന പോലെ ചെയ്യുമായിരുന്നോ? അതല്ല, നീ പുറകെ കൂട്ടുകൂടി തന്നെ നടക്കുമായിരുന്നോ? നീ പറ, നീ എന്താ ഞാൻ പറയുന്നതിന് ഒരു ആൻസറും തരാത്തതെന്ന് പറഞ്ഞപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, വേണ്ട വർഷ, നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കണ്ട. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അത് നിനക്ക് അറിയില്ല എന്നിട്ടാ. എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ. എനിക്ക് പറ്റില്ലടാ നീ ഇല്ലാതെ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേറെ കൂട്ടുകാരും ഇല്ല, നീ മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ എനിക്ക് ദേഷ്യമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഞാൻ അവരോട് മിണ്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ തമ്മിൽ കൂട്ടായത് തന്നെ എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. നിനക്ക് എന്നോട് വലിയ ദേഷ്യമായിരുന്നു. നമ്മൾ രണ്ടും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ആ വഴക്കിനിടയിലും നിന്നോട് ഞാൻ വന്ന് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ നിന്നെ എനിക്ക് ഇഷ്ടമായി തുടങ്ങി. സത്യത്തിൽ പറയാലോ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ചിലവരങ്ങനെയൊക്കെ പറയുമല്ലോ, ഐ മിസ് യു, ഐ ലവ് യു, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഈ ജീവിതം മുഴുവനും നിന്നെ എനിക്ക് വേണം എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ എനിക്കതൊന്നും പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഏതായാലും പതുക്കെ നമ്മുടെ ശ്രീകാന്തിൻ്റെ കൈ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു കേട്ടോ. നിനക്ക് എങ്ങനെയാ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, നിന്റെ മനസ്സിലും എന്നോട് ആ സ്നേഹം തന്നെയല്ലേ ഉള്ളത്? ഒരു ഫ്രണ്ട് മാത്രമാണോ ഞാൻ നിനക്കും എന്നോട് സ്നേഹമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഏതായാലും കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ശ്രീകാന്തിന് സ്നേഹമുണ്ടെന്ന് ആർക്കും മനസ്സിലാകും. അതിപ്പം വർഷയ്ക്കാണെങ്കിലും മനസ്സിലാകും ശ്രീകാന്തിന് സ്നേഹമുണ്ട് എന്ന്. ശ്രീകാന്ത് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഒഴിഞ്ഞു മാറി നടക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇവരവിടെ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കാണാനിടയാകുകയാണ്. അപ്പം കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കണ്ടു കേട്ടോ. ജസ്റ്റ് ആ റോഡിൽ കൂടെ അവർ പാസ് ചെയ്തപ്പോഴാണ് കണ്ടത്. നമ്മുടെ വർഷയും ശ്രീകാന്തും ഒരു തണൽ മരത്തിന്റെ സൈഡിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടതും വർഷയുടെ അമ്മയോട്ട് ദേഷ്യം വന്നിട്ട് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറഞ്ഞു, എടി നിക്ക്, നീ ഇപ്പം പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങേരെ ഒന്ന് കാണട്ടെ, ആ രവീന്ദ്രനെ. ഇത് അങ്ങേരെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും. എനിക്ക് അങ്ങേരെ ഒന്ന് കാണണം. ഞാനിത് അവിടെ അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. ഏതായാലും ആ ഒരു ഇതില് അച്ഛനും അമ്മയും അങ്ങ് പോയി കേട്ടോ. ഇതിനിടയിലായിട്ട് നമ്മുടെ ശ്രീകാന്തിന് വർഷ ഒരു ചുംബനം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിന് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അപ്പൊ ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധി ഒരാളെയും കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് കാണിക്കാൻ വേണ്ടി പോയായിരുന്നല്ലോ. അപ്പൊ ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോയതാണ്. അപ്പം അയാളുമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അയാളുമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ അയാളോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ലോങ് ട്രിപ്പൊക്കെ പോകാനായിട്ട് സാധിക്കും, അടിപൊളിയായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് വേറൊരു കോള് വരുന്നു, സംസാരിക്കുന്നു. പിന്നെ അടുത്ത ഇത് പറയുമ്പോഴത്തേക്കും അതും അയാൾ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അത് ചുമ്മാ അയാൾ അതേ കയറിയിരിക്കുന്നു, ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഫോണിൽ പടുതുകൊണ്ടിരിക്കുന്നു. അപ്പം തന്നെ മനസ്സിലായി വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നമ്മുടെ സുധിക്ക് മനസ്സിലായി. അപ്പോഴാണ് പെട്ടെന്ന് വേറൊരു കോൾ അയാൾക്ക് വന്നതും അയാൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് നിന്നിങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട്, വണ്ടി എടുക്കടോ, എനിക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു.
അങ്ങനെ വീട് വരെ പോയി. വീട് വരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ ഭാര്യ അവിടെ ഒരു കവറൊക്കെ പിടിച്ച് കാത്തിരിക്കുകയാണ്. അയാളുടെ ഭാര്യയുടെ ആങ്ങളെ എങ്ങാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മട്ടൻ മേടിക്കണം, അതുപോലെ തന്നെ ചിക്കൻ മേടിക്കണം, മീൻ മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേണം ഇതെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അയാൾ പെട്ടെന്ന് ഓർത്തത് നമ്മുടെ സുധി ഇവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ സുധിയോട് പറഞ്ഞു, എങ്കിൽ പിന്നെ താനിങ്ങ് വന്നേടോ എന്ന് പറഞ്ഞു. അപ്പോൾ സുധി ചോദിച്ചു, എന്നെയാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു. ആ അതെ, താനിങ്ങ് വരാൻ പറഞ്ഞു. അങ്ങനെ സുധി അടുത്ത് ചെന്നപ്പം പറഞ്ഞു, അതെ താനൊരു ഉപകാരം ചെയ്യും, ഇവിടെ എൻ്റെ ഭാര്യയുടെ ആങ്ങള വരുന്നുണ്ട്, അപ്പം കുറച്ച് മട്ടൻ വേണം. മട്ടൻ എന്ന് പറയുന്നത് നല്ല പീസായിട്ടുള്ള മട്ടൻ. ദേ ഇവിടുത്തെ രണ്ടാമത്തെ വളവിൽ അട്ടിപ്പൊളി ഒരു മട്ടൻ കൊടുക്കുന്ന കടയുണ്ട്. ആ കടയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മട്ടനും മേടിക്കണം, പിന്നെ വലിയ മീനും മേടിക്കണം. ഭാര്യ പറഞ്ഞു, വലിയ മീൻ വേണ്ടേട്ടാ, ചെറിയ മീൻ മതി, ചെറിയ മീനാണ് ടേസ്റ്റ് കൂടുതൽ. എങ്കിൽ പിന്നെ താനൊരു കാര്യം ചെയ്ത് ചെറിയ മീൻ മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ ആ കൂട് കയ്യിൽ അങ്ങ് കൊടുക്കാതെ തുടങ്ങിയപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ ഈ വണ്ടി ഓടിച്ച് കാണിക്കാൻ വേണ്ടി വന്നതല്ലേ, അല്ലാതെ ഞാൻ നിങ്ങളുടെ വേലക്കാരനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അയാൾക്ക് ഷോക്കായി പോട്ടെ. അയാൾ പറഞ്ഞു, എന്താ നീ സംസാരിക്കുന്നത്? നീ എന്തിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നോട് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ നിനക്ക് മേടിച്ചോണ്ട് വന്നാൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, പിന്നെ ഞാനേ ആ ഷോറൂമിൽ ജോലിക്ക് കയറി ഇങ്ങനെ മാടനെ പോലെ പണിയെടുക്കാനൊന്നും അല്ല. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ വണ്ടി പരിചയപ്പെടുത്തുക, വണ്ടി കൊടുക്കുക, ആ ഒരു പണി മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ എനിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ കയറി വന്ന് വേറെ പണി ചെയ്യാനൊന്നുമേ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ നീ മര്യാദയ്ക്ക് സംസാരിച്ചോണെന്ന് പറഞ്ഞു. ഞാനല്ല സാറേ മര്യാദയ്ക്ക് സംസാരിക്കേണ്ടത്, സാറാ മര്യാദയ്ക്ക് സംസാരിക്കേണ്ടത്. സാർ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ഈ വണ്ടിയിലെ ജോലിക്കാരനാണ്, ആ കാർ ഷോറൂമിലെ ജോലിക്കാരനല്ല, തങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനൊന്നും അല്ലല്ലോ, എനിക്ക് ഈ പണിക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അയാൾ ദേഷ്യപ്പെട്ടു കേട്ടോ. അയാൾക്ക് കലി വന്നു നമ്മുടെ സുധി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ. പക്ഷേ സുധി പറഞ്ഞത് ശരിയാണ് കേട്ടോ. സുധി പറഞ്ഞ ഈ കാര്യത്തിലോട് നമ്മൾ യോജിക്കുന്നു. ഒരു കാര്യവുമായിട്ട് വന്ന ആ വണ്ടി പരിചയപ്പെടുത്തി ഒരു ടെസ്റ്റ് ഡ്രൈവിന് വന്ന നമ്മുടെ സുധീനെ കൊണ്ട് പച്ചക്കറിയും സാധനങ്ങളും എന്നതാ ബീഫും ചിക്കനും മട്ടനും ഒക്കെ മേടിപ്പിക്കേണ്ട കാര്യമില്ല. അത് അയാളുടെ മര്യാദകേടാണ് കേട്ടോ നമ്മുടെ സുധിയോട് ചെയ്യുന്നത്. ഏതായാലും സുധിക്ക് ഇത് ഇഷ്ടപ്പെട്ടതേ ഇല്ല. സുധി കാലി വന്ന് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതായിരുന്നു ശ്രുതിയോട് ഇതൊന്നും വേണ്ടാന്ന്. എന്നിട്ട് അവള് സമ്മതിച്ചില്ല, അവളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പുറപുറത്തോണ്ടാണ് അങ്ങ് പോകുന്നത്. അങ്ങനെ സുധി നേരെ ഷോറൂമിൽ ചെന്നപ്പോഴത്തേക്കും തന്നെ അവിടുത്തെ MD ഈ കാര്യമെല്ലാം അറിഞ്ഞു. അപ്പൊ MD ഈ കാര്യമെല്ലാം അറിഞ്ഞപ്പോൾ തന്നെ സുധിയോട് പറഞ്ഞു, താൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? താൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഇവിടുത്തെ കസ്റ്റമറാണ് നമ്മുടെ ദൈവം എന്ന്. ദൈവം എന്ത് ചോദിച്ചാലും നമ്മളങ്ങ് ചെയ്തു കൊടുത്തോണം. താൻ ഇച്ചിരി കറിക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ എന്തെങ്കിലും പോകാനുണ്ടോ? ഇല്ലല്ലോ. താൻ കാരണം എനിക്ക് എത്ര കോടി രൂപയുടെ കാറാണെന്നറിയാമോ ഇപ്പം നഷ്ടത്തിൽ വന്നത്? ഈ കാറ് ഇപ്പം അയാളുടെ വീട്ടിൽ കിടന്നേനെ നീ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ. ആ കാറിന്റെ പുറകെ അയാളുടെ കാറ് കണ്ട് എത്ര പേര് കാറ് മേടിച്ചേനെ. അതുപോലെ തന്നെ എനിക്കിവിടെ ബോണസ് കൊടുക്കണ്ടേ? എല്ലാവർക്കും ബോണസ് കൊടുക്കണം, ശമ്പളം കൊടുക്കണം, എല്ലാം കൊടുക്കണം. നീ ഇതെല്ലാം തുലച്ചില്ലേന്ന് പറഞ്ഞപ്പം, അയ്യോ സാർ എന്താ ഈ പറയുന്നത്? അങ്ങനെ എങ്ങനെയാ അവരുടെ വീട്ടിൽ ചെന്ന് അവര് മട്ടൻ മേടിക്കാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോയി മേടിക്കുന്നത്? അതത്രയ്ക്ക് ശരിയാണോ? അത് എൻ്റെ സ്റ്റാറ്റസിന് ചേരുന്നതാണോ? അറിയാലോ എൻ്റെ ഡിഗ്രി എത്രയാണെന്ന്. നീ നിന്റെ ഡിഗ്രിയും കൊണ്ടിരുന്നോ, നീ നിന്റെ സ്റ്റാറ്റസും കൊണ്ടിരുന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ഇങ്ങനെയാണെങ്കിൽ പറ്റില്ല. താൻ ഇനി ഇവിടെ ജോലി ചെയ്യണ്ട. താൻ ഒരു കാര്യം ചെയ്യുക, താൻ ഈ ജോലി റിസൈൻ ചെയ്തിട്ട് പോകാൻ നോക്ക്. തന്നെ പോലെ 100 കണക്കിന് ആൾക്കാരുണ്ട് ജോലി ഇല്ലാതെ നിൽക്കുന്നത്. അവരെ ആരെങ്കിലും ഞാൻ വിളിച്ച് എൻ്റെ ഈ സ്ഥാപനത്തിൽ കയറ്റിക്കോളാം എന്ന് പറയുമ്പോൾ, അയ്യോ സാർ പ്ലീസ് സാർ അങ്ങനെ പറയരുത് സാറ്, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ എന്നെ വഴക്ക് പറയും സാറേ എന്ന് പറയുമ്പോൾ, അപ്പം തൻ്റെ വീട്ടിലെ ഭാര്യ തന്നെ വഴക്ക് പറയും, അതാണോ പറയുന്നത്? താനൊരു കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ? അപ്പം പിന്നെ തൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് പച്ചക്കറികളും സാധനങ്ങളും മേടിച്ചുകൊണ്ട് പോയി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്റ്റാറ്റസിന് എന്തെങ്കിലും പറ്റാനുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ആ ഒരു മട്ടനും മീനും ഒക്കെ മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസിന് ഒന്നും പറ്റാനില്ലായിരുന്നു. അതിലും മുമ്പായിട്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം നീ സ്റ്റാറ്റസും കൊണ്ടിരിക്കരുത്. കുറേ ഡിഗ്രി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിവരവും ബോധം ഉണ്ടാകണമെന്നൊന്നുമില്ല. നീ ഏതായാലും ഇനി എൻ്റെ ഷോറൂമിൽ നാളെ മുതൽ നീ വരണ്ട, നിന്നെ ഞാൻ പിരിച്ചു വിട്ടെന്ന് പറഞ്ഞു. എൻ്റെ ഈശ്വര, നമ്മുടെ സുധി വല്ലാത്തൊരവസ്ഥയിലായി പോയിട്ടോ. കാരണം സുധിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥ. സുധിക്ക് അങ്ങോട്ട് വെപ്രാളം കയറിപ്പോയി. ഈ ജോലിയും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി എന്നറിയാലോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വർഷയുടെ അച്ഛനും അമ്മയും തന്നെയാണ്. അങ്ങനെ വർഷയുടെ അമ്മ അങ്ങോട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക വർഷയുടെ അച്ഛനോട്, നിങ്ങൾ ഒരുത്തിയ മകളെ ഇങ്ങനെയാക്കിയത് അങ്ങനെയാക്കിയതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വർഷയുടെ അച്ഛൻ പറഞ്ഞു നീ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടാതിരിക്കുക, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് എനിക്കറിയാം, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഏതായാലും അയാളെ ഞാനൊന്ന് കാണട്ടെ, അയാളെ ഇങ്ങോട്ടേക്കൊന്ന് വിളിച്ചു വരുത്താം എന്നും പറഞ്ഞ് നേരെ നമ്മുടെ ആരെയാണ് രവീന്ദ്രനെ ഫോൺ വിളിച്ചു. അങ്ങനെ രവീന്ദ്രൻ യൂണിയൻ ഓഫീസിലായിരുന്നു കേട്ടോ. ഇപ്പോൾ യൂണിയൻ ഓഫീസിൽ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫോൺ വന്നത്.
ഫോൺ വന്നത് രവീന്ദ്രൻ, ഇത് മറ്റേ ആളാണല്ലോ വിളിക്കുന്നത്, അയാൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് എന്താ സാറിന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ താൻ എൻ്റെ വീട് വരെ ഒന്ന് പെട്ടെന്ന് വരണം. വീട് വരെ വരാനോ? എന്തിനാ ഞാൻ സാറിൻ്റെ വീട് വരെ പെട്ടെന്ന് വരുന്നത്? അതെ സാറേ, നമ്മൾ തമ്മിലുള്ള ഇടപാടൊക്കെ തീർന്നതല്ലേ, അത് പിന്നെ താൻ ഇവിടെ വരെ വരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെ സാറേ, സാറല്ല തീരുമാനിക്കേണ്ടത്, ഞാൻ തീരുമാനിക്കണം എവിടെ വെച്ച് കാണണമെന്ന്. സാറിനല്ലേ ഇപ്പം എന്നെ കാണാൻ അത്യാവശ്യം, അപ്പം പിന്നെ ഞാൻ തീരുമാനിക്കാം. ഞാൻ ഇപ്പം യൂണിയൻ ഓഫീസിലുണ്ട്, അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ഇപ്പം യൂണിയൻ ഓഫീസിൻ്റെ പുറത്തേക്ക് വരാനാട്ടോ പറഞ്ഞത്. അപ്പോഴത്തേക്കും അങ്ങനെ ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, ഓക്കെ എങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഈ സമയം രവീന്ദ്രന്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, എങ്ങനെയാ അയാൾ എന്തിനാ വിളിച്ചത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാന്ന് ചോദിച്ചപ്പോൾ, പ്രശ്നമൊന്നുമില്ല, എന്തോ കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞത്, ഏതായാലും എൻ്റെ സമയവും സൗകര്യവും ഒത്തിട്ട് വരാൻ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെ മതി, അതാ നല്ലതെന്ന് കൂട്ടുകാരൻ പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് നമ്മുടെ രേവതിനെയാണ് കാണിക്കുന്നത്. അപ്പം രേവതി ഇങ്ങനെ മീനൊക്കെ പിടിച്ചോണ്ട് വരികയാണ് കേട്ടോ. അപ്പം ഭർത്താവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമല്ലോ, അപ്പം അതുകൊണ്ട് നമ്മുടെ രേവതി മീനൊക്കെ പിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്തുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ മീനൊക്കെ ആയിട്ട് വരുന്നത്, 2 വലിയ മീനൊക്കെ ആണല്ലോ, എന്ത് പറ്റി, ഭർത്താവ് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതായത് അടുത്തുള്ള അയലോക്കംകാരൻ. അപ്പോഴാണ് നമ്മുടെ രേവതി, ഇവർക്ക് എങ്ങനെ ഇത് മനസ്സിലായി എന്നിങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, അതെ സച്ചിയേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ കൊള്ളാലോ, എങ്കിൽ പിന്നെ സച്ചി വരുമ്പോൾ ഞങ്ങൾക്ക് ഒന്ന് കാണണം, കുറേ നാളായി സച്ചിനെ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു. ഏതായാലും വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അകത്തേക്ക് ചെന്നു. വീടിൻ്റെ അകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും, ഇതെന്താടി നീ ഈ 2 മീൻ മേടിക്കാനാണോ നീ ഈ ഓട്ടോ ഓടിയത്? ഇത് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മേടിക്കുമായിരുന്നല്ലോ. അത് പിന്നെ അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ മേടിക്കുമായിരുന്നു. അമ്മ മേടിക്കുന്ന മീനൊന്നും ചിലപ്പോൾ സച്ചേട്ടന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. സച്ചേട്ടന് ഈ മീനാ ഇഷ്ടം. സച്ചേട്ടൻ ഈ മീൻ ഇഷ്ടോ? അപ്പൊ സച്ചി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? പിന്നെ സച്ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചേട്ടനെ നല്ല വിശപ്പുണ്ടെന്ന്. അപ്പൊ പിന്നെ ദേ മാറിക്കേ, ഞാൻ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്താ നീ പറഞ്ഞത്, സച്ചി വരുന്നുണ്ടെന്നോ? അത് ഇവിടെ പറ്റത്തില്ല. അതെ ഞാനൊരു കാര്യം പറയാം, ഇത് ആടിമാസമാ. എന്താ ആടിമാസത്തിലെ ഭാര്യയുടെ വീട്ടിൽ ഭർത്താവിന് വരത്തില്ലേ? ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കത്തില്ലെന്നല്ലേ ഉള്ളൂ. അതിനിപ്പം വന്നെന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്താ ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇനിയിപ്പോ അമ്മ പേടിക്കുന്നത് നമ്മുടെ ഹൗസ് ഓണർ എന്തെങ്കിലും പറയുമെന്ന് ഓർത്താണോ? എങ്കിൽ പേടിക്കൊന്നും വേണ്ടമ്മേ, പ്രശ്നമൊക്കെ അന്നേ തീർന്നല്ലേ, പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നതെന്ന് പറഞ്ഞപ്പം, എൻ്റെ പൊന്നു പെണ്ണെ അതും കൊണ്ടല്ല, ആടിമാസത്തിൽ അതും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന് അമ്മ ഈ പറയുന്നത്? അതെ അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ട്, അവിടെ ഞാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ ഒന്നും കഴിക്കാനില്ല, പിന്നെ ആരും ഉണ്ടാക്കി കൊടുക്കാനും ഇല്ല. അറിയാലോ അവിടുത്തെ അമ്മയുടെ കാര്യം, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് അദ്ദേഹത്തിന്. എനിക്ക് ഏതായാലും ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ, അമ്മ അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മോളെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതേ നിന്റെ അമ്മായിയമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ടാകുന്ന പ്രശ്നം അറിയാലോ നിനക്ക്. എന്ത് പ്രശ്നം? ഇത് അമ്മായിയമ്മ അറിയാനൊന്നും പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെ സച്ചേട്ടൻ ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, ഈ അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാ? സച്ചേട്ടൻ ഇവിടെ വന്നെന്ന് ഓർത്തുകൊണ്ട് അമ്മയ്ക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? സച്ചേട്ടൻ ഇവിടെ വന്ന് ചോറിട്ട് അങ്ങ് പൊക്കോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? ഈ പെണ്ണിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എൻ്റെ ഈശ്വര. മോളെ അത് നിനക്ക് തന്നെയാ ലാസ്റ്റ് ദോഷമായിട്ട് വരുന്നത്, നീ തന്നെയാ ലാസ്റ്റ് അവനെ വിളിച്ചു വരുത്തിയെന്ന് പറയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അമ്മ മാറി നിൽക്കുന്നുണ്ടോ? എനിക്കിത് സച്ചേട്ടൻ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കണം. സച്ചേട്ടന് നല്ല കുടംപുളിയിട്ട് വറ്റിച്ച മീൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചെടുത്ത് പൊരിക്കുകയും കുറച്ചെടുത്ത് കറി വെക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ രേവതി ഏതായാലും അടുക്കളയിലേക്ക് പോയപ്പോഴത്തേക്കും ലക്ഷ്മി ആകെ വശം കെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ലക്ഷ്മിക്ക് അറിയില്ല. അയ്യോ ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇനിയിപ്പോൾ ചന്ദ്രയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നമൊന്നും അറിയില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, അമ്മ പേടിക്കൊന്നും വേണ്ട, ഇത് മീൻകറി കൂട്ടാനുള്ള വരവ് മാത്രമല്ല, ചേച്ചി ഇല്ലാതെ അവിടെ സച്ചേട്ടന് പറ്റുന്നില്ല, അതുകൊണ്ട് ആ വരവും കൂടിയാ. അതുകൊണ്ട് അമ്മ പേടിക്കാതിരിക്കമ്മേ, സച്ചേട്ടൻ വരട്ടെ, സച്ചേട്ടൻ വന്ന് മീൻകറിയൊക്കെ കൂട്ടി കഴിച്ച് എൻ്റെ രേവതിയേച്ചിനെയൊക്കെ കണ്ടിട്ടൊന്ന് പോട്ടെ, അവർ തമ്മിലുള്ള സ്നേഹം എന്തെന്ന് ഇപ്പം മനസ്സിലായില്ലേ അമ്മയ്ക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, എൻ്റെ വേദന നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ മതി, ഞാനിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയത്തില്ല. ഇനിയിപ്പോൾ ആടിമാസത്തിൽ ഇങ്ങോട്ടേക്ക് നമ്മൾ വിളിച്ചു വരുത്തിയെന്നും പറഞ്ഞ് നമ്മളെ ആയിരിക്കും ആ ചന്ദ്ര ചേച്ചി ഇട്ട് പൊരിക്കാൻ പോകുന്നത്. അങ്ങനെ പൊരിക്കുവാണേലേ ആ ചന്ദ്രയുടെ നാവ് ചെന്ന് ഞാൻ അറക്കും. അങ്ങ് ചെല്ലടി ഇറക്കാന്, അങ്ങ് ചെന്നാൽ മതി നാവറക്കാരെന്ന് പറഞ്ഞു. ഏതായാലും രേവതി സ്വപ്നങ്ങളൊക്കെ കണ്ട് സച്ചി വരുന്നതൊക്കെ പ്രതീക്ഷ ഇങ്ങനെ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാവമൊക്കെ കാണിച്ചിട്ട് നാളത്തെ എപ്പിസോഡ് അവസാനിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡാണ് നാളെ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ എത്തും. അപ്പോൾ ഇനി എന്നും നമ്മൾ ഉച്ചയ്ക്കായിരിക്കും നാളത്തെ കഥ പറയാൻ വേണ്ടി എത്തുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് മക്കൾക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകിട്ട് വീഡിയോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ.
മക്കൾക്കൊക്കെ എക്സാം ആയല്ലോ, ഓണത്തിൻ്റെ എക്സാമൊക്കെ ആയതുകൊണ്ടാണ് വൈകിട്ട് ജോലിയൊക്കെ നമുക്ക് കഥകളൊക്കെ പറയാൻ ബുദ്ധിമുട്ട്. ആ ഒരു സമയത്ത് അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് മക്കളെ പഠിപ്പിക്കാനൊക്കെ ഇരിക്കാമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഉച്ചയായ സമയത്തേക്ക് വന്ന് എന്നും ഇനിയിപ്പം വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ. ലൈക്ക് അടിക്കാൻ പറയുന്നത് വേറൊന്നും കൊണ്ടുമല്ല, നമുക്ക് ലൈക്ക് അടിച്ചാലാണ് കൂടുതൽ പേരിൽ ഇത് എത്തിപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളെപ്പോഴും ലൈക്ക് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകും എന്ന് എനിക്കറിയാം. എങ്കിലും പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ലൈക്ക് അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.